കാലവർഷം എത്തിയതോടെ സംസ്ഥാനത്ത് സാംക്രമിക ജന്തുജന്യ രോഗങ്ങൾ പെരുകുകയാണ്. ദിനംപ്രതി പനി ബാധിച്ച് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം കൂടി. ഡെങ്കിപ്പനി, എലിപ്പനി ബാധിതരുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ജനുവരി തുടങ്ങി ഇതുവരെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 41 പേരെന്നാണ് കണക്കുകൾ. മഴക്കാലപൂർവ്വ ശുചീകരണം വൈകിയതോടെ പകർച്ചവ്യാധിയും ഭീതി പരത്തുകയാണ്. റിപ്പോർട്ട്. കാലവർഷം അടുത്തെത്തി, ഒപ്പം പനിക്കണക്കുകളുടെ എണ്ണവും ഉയരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം കൂടി വൈകിയതോടെ പകർച്ചവ്യാധി ഭീതിയുമേറുകയാണ്. ദിനംപ്രതി 5000-ത്തിലധികം ജനങ്ങളാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. ഒപ്പം കൊതുകുജന്യ രോഗങ്ങളും പെരുകി. മഴ പെയ്തതോടെ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നു. അത് ഡെങ്കി, മലമ്പനി പോലുള്ള രോഗങ്ങൾക്കും. ഓരോ ദിവസവും ഡെങ്കിപ്പനി കേസുകളിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയത് 200-നടുത്ത ആളുകളാണ്. ഈ മാസം മാത്രം 3 പേരും ഈ വർഷം തുടങ്ങി 18 പേരുമാണ് ഡെങ്കിപ്പനി മൂലം മരിച്ചതെന്ന് സ്ഥിരീകരിച്ചത്. ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ മരിച്ച കേസുകൾ വേറെയും. സമാനമാണ് എലിപ്പനിയുടെയും സ്ഥിതി. പ്രതിദിന കണക്കുകൾ ഉയരുന്നു. ഈ മാസം മാത്രം എലിപ്പനി സ്ഥിരീകരിച്ചത് 172 പേർക്ക്. അതിൽ 6 മരണവും സ്ഥിരീകരിച്ചു. ജനുവരി തുടങ്ങി ഇതുവരെ എലിപ്പനി ബാധിച്ചു മരിച്ചത് 41 പേരെന്നാണ് കണക്കുകൾ. മഴ ശക്തമായതോടെ ഇനിയും കേസുകൾ ഉയരാം. അതീവ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. പനി വന്നാൽ ഏറ്റവും പ്രധാനം അതിൽ വെള്ളം കുടിക്കുക, നമ്മുടെ ഉപ്പിട്ട കഞ്ഞിവെള്ളം ധാരാളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പനി മാറിക്കഴിഞ്ഞിട്ടുള്ള 2 ദിവസമാണ് ഡെങ്കിപ്പനിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അപകടാവസ്ഥ കാണുന്നത്. അപ്പം പനി മാറിക്കഴിഞ്ഞാലും 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അതിനുശേഷം മാത്രം ജോലിക്കും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ വിടുക. മഴ അടുത്തെങ്കിലും പലയിടത്തും ശുചീകരണ പ്രവൃത്തി നടന്നിട്ടില്ല. മാലിന്യ പ്രശ്നങ്ങൾ വേറെയും. ഇതേ രീതിയിൽ തുടർന്നാൽ രോഗികളുടെ എണ്ണം ഉയരുമോ എന്നാണ് ആശങ്ക. രോഗം പടർന്നു പിടിക്കും മുന്നേ ഇനിയെങ്കിലും അത് വരാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്താം, മുൻകരുതൽ കൈക്കൊള്ളാം. ഇനി പനിയുടെ എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ കൃത്യമായി ആശുപത്രിയിലെത്തി ചികിത്സ നേടണം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.